ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. വെറും 30 സെക്കൻഡ് കൊണ്ട് പരമാവധി 3 ലക്ഷം രൂപ വരെ ലിമിറ്റ് തരുന്ന ഇൻസ്റ്റാ EMI കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 530 രൂപ പ്ലസ് GST, അങ്ങനെ ടോട്ടൽ 599 രൂപയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻസ്റ്റാ EMI കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടുന്ന ഒന്നല്ല. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടാണ് സാധിക്കുക. നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള കടകളിലൊക്കെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് 21 വയസ്സിനും അതുപോലെ തന്നെ 60 വയസ്സിനും അല്ലെങ്കിൽ 65 വയസ്സിലേക്ക് പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു 21 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് ഇത് അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സിബിൽ സ്കോറൊക്കെ വേണം. ഒരു 700-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന ഒരു ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു ലിങ്ക് ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട ശേഷം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നല്ലപോലെ അറിഞ്ഞ ശേഷം മാത്രം ഈ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ ചെന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിപ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരു ഡിജിറ്റൽ കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് പെട്ടെന്ന് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഞാൻ താഴെ തന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാ EMI കാർഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. 100% ഡിജിറ്റൽ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വെറും 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാർഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. 4000-ലധികം ലൊക്കേഷൻസിൽ ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. 1.5 ലക്ഷത്തിലധികം പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പം സ്റ്റോർ, അതായത് ഷോപ്പുകളൊക്കെ 1.5 ലക്ഷത്തിലധികം പാർട്ട്നേഴ്സ് ഇവർക്കുണ്ട്. 60 മാസത്തെ ടെണർ വരെ നമുക്കിതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ 1 മില്യണിലധികം പ്രൊഡക്ട്സ് നമുക്ക് നോ കോസ്റ്റ് EMI വഴിയിലൂടെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സ്മാർട്ട് ഫോൺസ്, LED TV, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, അതുപോലെ ബെഡ്, പിന്നെ ലാപ്ടോപ്സ്, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് വാച്ച്, സ്പീക്കർ, ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്, സൈക്കിൾ, ഇതൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു EMI കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന കടയിൽ പോയിട്ട് നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫർ കാർട്ട് എന്ന ആ ഒരു ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽസിലാണ്. അത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ മിൻട്ര, എജിയോ പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ നല്ല ഓഫേഴ്സ് വരാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25,000-ലധികം ആളുകൾ ഇപ്പോൾ ഓഫേഴ്സ് അവൈൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോംസിൽ ചേർന്നുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെയുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോർസൊക്കെ ഇവിടെ കാണാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, വിജയ് സെയിൽസ്, ക്രോമ, റിലയൻസ് ഡിജിറ്റൽ, മേക്ക് മൈ ട്രിപ്പ്, അവിടെയൊക്കെ ഈ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഓഫ്ലൈനായിട്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യണം. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ ചെന്നുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഓഫ്ലൈനായിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റോർസിൽ ഈ ഒരു കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഫീസും സ്ട്രക്ചറൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതിൻ്റെ ജോയിനിങ് ഫീസ് വരുന്നത് 530 പിന്നെ GST അടക്കം വരുന്നത് 599 കേട്ടോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ഒരു കാർഡിന് നിങ്ങൾ പല ആളുകളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എങ്കിൽ, അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ കാരണം നിങ്ങൾക്കിതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എങ്കിൽ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് വരും, ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള സ്റ്റോറുമായിട്ട് ബന്ധപ്പെടുക എന്ന് കാണാം. അതിന് താഴെയായിട്ട് ഒരു ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അത് ഒരു പിന്നെ വ്യൂ കാർഡെന്നോ അല്ല അങ്ങനെ എന്തൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഗെറ്റ് ദ കാർഡ് അങ്ങനെ ഒരു മെസ്സേജ് വരും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാലറ്റ് കെയർ എന്ന് പറഞ്ഞിട്ട് ബജാജിൻ്റെ ഒരു സ്കീമുണ്ട്. അതിൽ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാനാണ്. അതിന് കോസ്റ്റ് വരുന്നത് 699 രൂപയാണ്. അപ്പോൾ പല ആളുകളും ഇത് EMI കാർഡാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു എമൗണ്ട് പേ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഒരിക്കലും പേ ചെയ്യരുത്. 599 ഇൻസ്റ്റാ EMI കാർഡിന് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രം 699 സ്ക്രീനിൽ കാണിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളത് പേ ചെയ്യരുത്. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള
ഒരു കാരണം. അപ്പോൾ ആ ഒരു 699 നിങ്ങൾ പിന്നെ പേ ചെയ്ത് അഥവാ നിങ്ങളുടെ എമൗണ്ട് പോവുകയാണെങ്കിൽ അവർക്കൊന്ന് മെയിൽ ചെയ്യുക. മെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു വാലറ്റ് കയറി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്താണ് അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ പോസിബിൾ ആണെങ്കിൽ താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൽ മെയിൽ ചെയ്തുകൊണ്ട് ഇത് ആവശ്യമില്ല എന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീസ് നോക്കാം. ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് 117 രൂപയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു വർഷം ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 117 രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഇടപാടും ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ ഒരു 117 രൂപ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഇടപാട് ചെയ്യുകയാണെങ്കിൽ ആനുവൽ ഫീസ് ഇതിന് വരുന്നതല്ല. പിന്നെ ഇത് നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആകുന്നത് എന്തെങ്കിലും ഹോം അപ്ലയൻസസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു EMI മോഡൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാവൽ ടിക്കറ്റ്സ് ഈ ഒരു EMI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പലപ്പോഴും നോ കോസ്റ്റ് EMIയിലൊക്കെ കാർഡ്സ് കിട്ടും. അപ്പോൾ മേക്ക് മൈ ട്രിപ്പ് വഴി നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. എസ്പെഷ്യലി ഇൻ്റർനാഷണൽ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ പക്കൽ ക്യാഷ് ഇല്ല എങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ടൊരു ഫോണൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പോസിബിളാണ്. ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും ഫർണിച്ചറൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടുപ്രദേശത്തുള്ള നിങ്ങളുടെ നാട്ടിലെ കടകളിലൊക്കെ കാണാം, അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കടകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെന്നുകൊണ്ട് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് നമ്മുടെ കയ്യിൽ കിട്ടില്ലല്ലോ ഈ ഒരു കാർഡ്, അപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ആ കടയിൽ ചെന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ഈ ഒരു EMI കാർഡുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡിന് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നൊക്കെ, കാർഡിൻ്റെ എലിജിബിലിറ്റി അല്ല, ഈ ഒരു കാർഡ് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞ് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അവിടെ ഒരു മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഒരു OTP വെരിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ തന്ന ആ ഒരു ലിങ്കിലൊന്ന് ടാപ്പ് ചെയ്യുക. ലിങ്കിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു OTP ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. OTP തെറ്റിക്കാതെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഫുൾ നെയിം ചോദിക്കും, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്. പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ പേര് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പേര് കൊടുത്തത് പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. പേര് കറക്റ്റായിട്ട് കൊടുക്കുക. പേര് കൊടുത്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, പാൻ നമ്പർ ചോദിക്കും, അതുപോലെ തന്നെ പിൻകോഡ് ചോദിക്കും. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം, പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. എൻ്റെ പക്കൽ ഓൾറെഡി ഒരു കാർഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്സ് ഞാൻ ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ പേര് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാൻ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനീഷ്യൽ മാത്രമാണെങ്കിൽ ചിലപ്പോൾ പാൻ കാർഡിൽ ഫുൾ നെയിം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പാൻ കാർഡിലുള്ളതുപോലെ തന്നെ പേര് കൊടുത്ത ശേഷം ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ ബാക്കി സ്റ്റെപ്സ് ഇവിടെ കാണാം. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അതിന് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് അതിൻ്റെ ഒരു OTP ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ പേയ്മെൻറ്റ് വിൻഡോ വരും. പേയ്മെൻറ്റ് വിൻഡോയിലാണ് നിങ്ങൾ 530 പ്ലസ് അതോടൊപ്പം തന്നെ GST അടക്കം 599 പേ ചെയ്യേണ്ടത്. പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ആക്ടിവേഷൻ എന്നുള്ളൊരു വിൻഡോ വരും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവരുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ചില ബാങ്ക്സൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ മാൻഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഈ മാൻഡേറ്റ് സപ്പോർട്ട് ചെയ്യും. ഫെഡറൽ, ആക്സിസ്, HDFC ഒക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടേത് അത്തരത്തിലുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാൻഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം ആ ഒരു കാര്യം നോക്കാനായിട്ട്. ആ ഒരു മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് പൂർത്തിയായി. അതിനുശേഷം കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. ബജാജ് ഫിൻസർവ് ആപ്പിൽ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാർഡ് നമ്പേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും. ഓൾസോ യു ക്യാൻ സ്റ്റാർട്ട് ഷോപ്പിംഗ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻസ്റ്റാ EMI കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്നൊക്കെ അറിയുന്നതിനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ abdulrashidmukam.com എന്ന വെബ്സൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽ അവൈലബിൾ ആണ്. ആ ഒരു സൈറ്റിൽ ചെന്നാലും നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാ EMI കാർഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫർ കാർട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിൻട്രയിലൊക്കെയുള്ള നല്ല ഡീൽസാണ്. കണ്ടില്ലേ? അപ്പോൾ പലർക്കും കിട്ടാത്ത ഒരുപാട് ഡീൽസ് ഇതിലിങ്ങനെ വരും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമുക്കിത് വാട്സപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. വാട്സപ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. ആ ഒരു അപ്ഡേറ്റ്സ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു
ഇൻസ്റ്റാ EMI കാർഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.